ഇന്ന് എൻ്റെ ഒരു കുഞ്ഞടുക്കളത്തോട്ടാണ് കാണിക്കുന്നത്. തക്കാളി, പച്ചമുളക്, തക്കാളിയിലെല്ലാം പൂവിട്ട് കുഞ്ഞു കുഞ്ഞു തക്കാളി ആയിട്ടുണ്ട്. ഉണ്ടല്ലേ, കുറച്ചും ഒരാഴ്ചത്തെ കൂടി കഴിയണം, കുറച്ച് വലുതായും പഴുക്കാൻ തുടങ്ങണമെങ്കിൽ. ഇത് കുഞ്ഞുള്ളിയില്ലേ, കുഞ്ഞുള്ളി നട്ടതാണ്. അല്ലേ, ഇതെല്ലാം പച്ചമുളകിലെല്ലാം പൂവിടുന്നത്രേ, പിടിക്കാൻ തുടങ്ങിയിട്ട് പൂവിട്ട് വരുന്നുണ്ട് അത്രേ. അതെല്ലാം തക്കാളി. ഇത് കുറ്റിപ്പയറാണിത്. ഇതുണ്ടല്ലോ, നിത്യവഴുതന എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വിത്ത് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് ഒരു 4 തൈ മുളച്ച് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അത് ഒരു 3 തൈന് പെരിച്ചാഴി വന്നിട്ട് കിളച്ച് പൊരിച്ച് അതിൻ്റെ തൈയെ കടിച്ച് മുറിച്ച് കളഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു തൈനെ വെച്ചിരുന്ന് കഴിഞ്ഞാലും കിട്ടുന്നില്ല, ഉറപ്പില്ല. അതുകൊണ്ട് അതിന് പന്തലിട്ട് കൊടുത്തിട്ട. മിനിങ്ങാന്നാണ് ഒരു തൈ പെരിച്ചാഴി കിളച്ച് പൊരിച്ച് കളഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്ന് കാര്യം അറിഞ്ഞതിന് ശേഷം തന്നെ പന്തലിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് പന്തലിടാനായി. അത് കണ്ടില്ലേ, പടന്ന് മുകളിലോട്ട് ഇതായിട്ടുണ്ട്. പിന്നെ കുറച്ചും വഴുതനത്തൈ ആയതിൽ ചെറിയ വഴുതനത്തൈ ആയതത്ര ഒരു മസാല വേണ്ടി വരും അതിനെ ഒന്ന് വലുതായി കായ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം പച്ചമുളകും തക്കാളിയുമാണ് കൂടുതലായിട്ടുള്ളത്. കൂടുതലെന്നല്ല, ഇല്ലേൽ വെച്ചിട്ട് കുറച്ചും കൂടുതലുള്ളത് ഇത്. പിന്നെ ഞാനിവിടെ വട്ടിയിൽ ഇതിൻ്റെ എല്ലാം വിത്തിട്ടിട്ട് തൈ ഉണ്ടാക്കൽ ഞാൻ ഇതാണ് അല്ലേ, ഇതിൽ നിന്നെടുത്തിട്ട് നടലാണ്. ഈ വട്ടിയിലേക്ക് ഞാൻ എല്ലാത്തിനും വിത്തിട്ട് വെക്കും. അപ്പോൾ അതിൽ തൈ വരും. ഇതിൽ നിന്ന് പൊരിച്ചിട്ട് ഞാൻ ഓരോ ഗ്രോ ബാഗിലും ചാക്കിലും അങ്ങനെയെല്ലാം ആക്കിയിട്ട് നടൽ. കുറച്ചും തക്കാളിയും ചീരയെല്ലാം ഉണ്ട്, അതിൽ അപ്പുറത്തെ വശമാണുള്ളത്. ഇതിങ്ങനെ പൂവിട്ട് പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം. രാവിലെ എണീച്ച് നമ്മളെ വേഗം വന്ന് നോക്കും ഞാൻ. തക്കാളി ഒന്നാമത് ഈ പെരിച്ചാഴി മാന്തിയിട്ട് പുറത്തിടുന്നതിൻ്റെ തൈയെല്ലാം കടിച്ച് കളയുന്നു. അപ്പോൾ രാവിലെ എണീച്ചേൽ നോക്കും ഇന്ന് അങ്ങനെയുണ്ട് നിലവില്ലത്. ഇതിങ്ങനെ പൂവിട്ട് കായ്ച്ച് നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ നമുക്ക്. നിത്യവഴുതനയുടെ പൂവ് കണ്ട ഞാൻ ഇതുവരെ കണ്ടിട്ടാട്ടെ. ഈ നിത്യവഴുതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും അതിനെ കറി വെച്ചിട്ട് കഴിച്ചിട്ടൊന്നുമില്ല. ഇത് ഞാൻ അന്ന് അഗ്രോ കാർണിവലിന് പോയിട്ട് വരുമ്പോൾ ആടുന്ന് വിത്ത് വാങ്ങിയതാണ്. ആ വിത്ത് ഇട്ടിട്ട് മുളച്ച് വിൽക്കുന്നത് കണ്ടില്ലേ, ചെറിയ പൂമടികളായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കായ വന്നിട്ട് വരുമ്പോൾ കാണിക്കാട്ടാ. നമ്മൾ ഇങ്ങോട്ടൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ. എവിടെ ഞാൻ കണ്ടിട്ടില്ല, ഇനി ഉണ്ടോയെന്നറിയില്ല. എവിടെയും കണ്ടില്ല ഈ നിത്യവഴുതനാന്നുള്ളത്. കുറച്ച് ഇല്ലു പച്ചക്കറി, എന്നാലും നമ്മളെ നിത്യച്ചെലവിനുള്ളതുണ്ട്. പിന്നെ കണ്ടത്തിലെല്ലാം നടലുണ്ടായിരുന്നു നമ്മൾ മുമ്പിൽ. ഇപ്പോൾ പിന്നെ അങ്ങനെ കണ്ടത്തിലേക്കൊന്നും പോയി നടലില്ല. ഇപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് പച്ചക്കറികളൊന്നും വേണ്ടല്ലോ, കുറച്ചേ വേണ്ടൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടുവളപ്പിൽ തന്നെ കുറേശ്ശെ ഉണ്ടാക്കൽ. കുഞ്ഞു തക്കാളി അല്ലേ, മൂത്ത് വരുന്ന അത്ര. ഇനിയിപ്പോൾ അതതിൻ്റെ തക്കാളിയുടെ കനം കൊണ്ട് ഏല് പൊടിഞ്ഞു വന്നിട്ട് ഞാൻ
കമ്പ് നാട്ടി കൊടുത്തത്. അപ്പോൾ എൻ്റെ ചെറിയൊരു അടുക്കളത്തോട്ടം കണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.